ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉഴുന്ന് വടയാണ്. അതിന് ഞാൻ 1.5 കപ്പ് ഉഴുന്നെടുത്തിട്ട് 1 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസ് പോലെ ആവാത്ത രീതിയിൽ അരച്ചെടുത്താണിത്. നമുക്ക് കയ്യിൽ ഉഴുന്ന് വട ഷേപ്പ് ആക്കാൻ ഉള്ള രീതിയിൽ വേണം അരച്ചെടുക്കാൻ. നല്ല വെള്ളം കൂടാൻ പാടില്ല. അപ്പോൾ വെള്ളം ഇല്ലാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാൻ. നമുക്ക് കയ്യിൽ വെക്കുമ്പോൾ ഷേപ്പ് ഉഴുന്ന് വട ഷേപ്പ് ഹോളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാൻ. ഇനി ഇത് അരച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഒരു 2 സ്പൂണ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല സ്പൂൺ കൊണ്ട് നല്ല ഇളക്കി കൊടുത്തിട്ട് വെച്ചിട്ടുള്ളതാണിത്. ഇത് നമുക്ക് മിനിമം 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് അതിന് ശേഷം ഇതിൽ കുറച്ച് സാധനങ്ങൾ ചേർത്തതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം. ഇപ്പം ഇത് 1.5 മണിക്കൂർ ഏകദേശം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ നമുക്ക് വെക്കാം. അതിന് ശേഷം ബാക്കിയുള്ളത് കാണിച്ചു തരാം. നമ്മൾ മാവ് അരച്ചിട്ട് അരിപ്പൊടി ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ മാവ് സോഫ്റ്റ് ആവാനും ഉഴുന്നുവട ഉണ്ടാക്കിയതിന് ശേഷം നല്ല സോഫ്റ്റ് ആവാനൊക്കെ അത് നല്ലതാണ്. സ്പൂൺ കൊണ്ട് നല്ല ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ പരമാവധി ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ. അത് കഴിഞ്ഞിട്ട് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറുത്ത അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അത് കാണിക്കാൻ വിട്ടുപോയി. നമുക്ക് ബാക്കിയുള്ള ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേപ്പില ചെറിയ കഷ്ണമായിട്ട് നുറുക്കിയത് എടുത്തിട്ടുണ്ട്. അതൊക്കെ കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റെസ്റ്റ് ചെയ്യാൻ നമ്മൾ 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും ചെറുള്ളി മാത്രം ഇടാൻ താല്പര്യമുള്ളവർക്ക് അത് മാത്രം ഇടാം. ഞാൻ ഇപ്പോൾ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, വേപ്പില അതൊക്കെ കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കിയിട്ട് ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും വരുന്ന ഇതിൽ ഇളക്കിയിട്ട് മിക്സ് ചെയ്യുക.
ഉപ്പൊക്കെ എല്ലായിടത്തേക്കും എത്തണ രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. ഇനി ഓയിലൊക്കെ നല്ല ചൂടായി വരട്ടെ. നല്ല എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഹോളാക്കിയിട്ട് ഇടാൻ പാടുള്ളൂ. നല്ല എണ്ണ ചൂടാവണം. എണ്ണ ചൂടായിട്ട് വരട്ടെ. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. ഇങ്ങനെ കയ്യിലെടുത്തിട്ട് കുറച്ച് വെള്ളം ആക്കിയിട്ട് ഒരു കുഴി പോലെ ഉണ്ടാക്കുക. കുഴി പോലെ ഉണ്ടാക്കിയിട്ട് എണ്ണയ്ക്ക് ഇട്ട് വെക്കുക. ഇങ്ങനെ ആക്കുമ്പോൾ കൈയൊന്ന് നനച്ചെടുക്കണം. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ആക്കിയാൽ മതി. അല്ലെങ്കിൽ എല്ലാതും കൂടി ഇടുമ്പോൾ വേവാൻ ബുദ്ധിമുട്ടാവും. 3 എണ്ണം വീതമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെയ്താൽ മതി. അത് നമ്മുടെ ഒരു സെറ്റ് ഉഴുന്നുവട ആയി വന്നിട്ടുണ്ട്. നമുക്കത് പാത്രത്തേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളത് ഉണ്ടാക്കിയിട്ട് കാണിക്കാം. ഉഴുന്നുവടയൊക്കെ ഞാൻ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റും, ഉള്ളിൽ സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. ഇതുപോലെ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെന്നെ. അപ്പോൾ ഇതുപോലെ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. നല്ലൊരു ഉഴുന്നുവട നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.